മരുമോളെ കൊല്ലാൻ വിട്ടിട്ട് മോനെ കൊന്നിട്ട് വന്ന ആരെങ്കിലും പൈസ തരുവോടാ? യു കിൽഡ് വെണ്ടേഴ്സ് സൺ, നോട്ട് സീത. വെണ്ടർ വോണ്ട് ഗിവ് മണി. ചുപ് റാസ്കൽ. അയ്യോ എടാ ചന്ദ്രു, അയ്യോ എന്റെ ദൈവമേ, എനിക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എടാ ചന്ദ്ര, ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എടാ ചന്ദ്രു, എടാ ചന്ദ്ര, ഈ ചെന്ന അർബാസ് ഖാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇത് കണ്ടോ, കുറച്ച് നേരത്തെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ഒരു കുപ്പി ചോരയാ ഞാൻ തുപ്പിയത്. എന്നിട്ട് താരൻ അവനെ കുറിച്ച് മനസ്സിലായില്ലല്ലേ? എടാ ഇത് കേട്ടാ തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കായി ഇതൊക്കെ തീരുമാനിച്ചതെന്ന്. അവൻ തന്തയ്ക്കും തള്ളയ്ക്കും പല ഭാഷകളിലാണ് വിളിച്ചു പോകുന്നത്. പൈസ കൊടുത്ത് പറഞ്ഞു വിടാതെ നമ്മളിങ്ങനെ എത്ര കാലം അവനെ ചുമക്കുന്നത്? ആളെ തിരിച്ചയച്ചില്ലെങ്കിൽ ബോംബെന്ന് അവന്മാര് പടയോട് ഞെളി വരും. എന്റെ മകനെ കൊന്നതിന് ഞാൻ കൂലി കൊടുക്കണമെന്നോ? അയ്യോ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പറഞ്ഞ കാശ് കൊടുക്കാതെ അവൻ പോകുന്ന പ്രശ്നമേ ഇല്ല. എന്നോടൊന്നും സംസാരിക്കണ്ട. എന്റെ മുമ്പിൽ എന്റെ മോൻ പോയി, എനിക്കിനി ആരും കാണണ്ട. ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ, അവനാ പോയത്. ഇത്രയും കാലത്തെ എന്റെ സർവീസിനിടയിൽ ഇങ്ങനെ ഒരു അബദ്ധം. 4-5 ദിവസം കഴിഞ്ഞോട്ട് സാറേ, അച്ചായനെ നമുക്ക് ഒതുക്കിയെടുക്കാം. അതുവരെ ഈ അർബാസ് ഖാനെ എവിടെ പൊറപ്പിക്കും? അവനെ കണ്ടാലേ ഒരു ക്രിമിനൽ ലുക്ക. അല്ലായിരുന്നെങ്കിൽ വല്ല ഹോട്ടലിൽ താമസിപ്പിക്കാമായിരുന്നു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. 48 സെയിൽ ലോക്കപ്പിൽ കിടക്കട്ടെ. ഡിസംബർ 23-ന് രാത്രി സംശയകരമായ സാഹചര്യത്തിൽ പിടിച്ചു എന്ന് ജിഡിയിൽ എഴുതാം. ജോയ് കൊലക്കേസ് റൂറൽ SP നേരിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ ബാലനും പള്ളിക്കാരും പെറ്റീഷനോട് പെറ്റീഷൻ. SP ഇങ്ങോട്ട് വന്നാൽ ആകെ കൊഴയും. അതിനു മുമ്പ് ഈ കൊലക്കേസ് ഏവന്റെ എങ്കിലും പെടലിൽ പിടിപ്പിക്കണം. ഇപ്പൊ ഏറ്റവും ശല്യം ആ അഡ്വക്കേറ്റ് ബാലഗോപാലൻ. ബുദ്ധിയും സാമർഥ്യമുള്ള ഒരു പോലീസ് ഓഫീസർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലടോ കറിയാ. ജോയിയെ കൊന്നത് ബാലനാണ്. കേസ് അങ്ങനെ നീങ്ങട്ടെ, തെളിവൊക്കെ നമുക്ക് ഉണ്ടാക്കാവൂ. സാർ താൻ വാ. എന്താ കാര്യമുണ്ടാ? സീതക്കുട്ടിക്ക് എന്താ പറ്റിയേ? നിന്ന നിപ്പില് തലചുറ്റി വീണതാ. ദാഹിച്ച വെള്ളം കുടിക്കാണ്ടിരുന്ന എങ്ങനെയാ? പോയോരങ്ങ് പോയി. ജീവിച്ചിരിക്കുന്നവരിങ്ങനെയായാൽ ആഹാരം കഴിക്കാത്തതുകൊണ്ടുള്ള ക്ഷീണാവും. ബാലേട്ടൻ എന്ത് വെച്ചാ? ഡോക്ടർ ട്രിപ്പിനും മരുന്നിനും ഒക്കെ കുറിച്ചു കൊടുത്തിട്ടുള്ളത് വാങ്ങാൻ പോയിരിക്കുക. ഇപ്പൊ വരും. പേടിക്കാനൊന്നുമില്ല, ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ക്ഷീണമൊക്കെ മാറും. പിന്നെ ഇപ്പൊ സീതയ്ക്ക് മോർണിംഗ് സിക്നസും തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ലേ? ഇല്ല. എന്താ ഡോക്ടർ? സീത ഗർഭിണിയാണ്. നിയമം കയ്യിലെടുക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് ബാലഗോപാലിനെ ഇറക്കി വിടണം. കൊലക്കേസിലെ പ്രതിക്ക് ജാമ്യം നൽകാൻ വകുപ്പില്ലെന്ന് നിയമം പഠിച്ച നിങ്ങൾക്കറിയില്ലേ? പ്രതിയെ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാമ്യം തരാൻ വകുപ്പില്ലെങ്കിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. താൻ ഞങ്ങളെ നിയമം പഠിപ്പിക്കുകയാണോ? ഗവൺമെന്റ് മതമേധാവികൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു മർഡർ കേസിലെ പ്രതിയാണ് അയാൾ. നിരപരാധിയെ തല്ലിച്ചതച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന തന്ത്രം ഉദയന്നൂർ വേണ്ട. അഡ്വക്കേറ്റ് ബാലഗോപാലിനെ മോചിപ്പിക്കുന്നതുവരെ വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപാട് കോടതികളും വക്കീലന്മാരെയും കണ്ടതിന് ശേഷമാണല്ലോ ഈ തോളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിയത്. AK നായരുടെ തോളിലെ നക്ഷത്രങ്ങൾ പോത്തിന് പൊട്ടുതൊട്ട പോലെയാ. പിടിച്ച് പുറത്താക്കൂ.
യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഇവർ ബോധപൂർവം പ്രതിയാക്കി ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണ്. അയാളെ ഇറക്കി വിടണം. പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് 24 മണിക്കൂറായി. ശരിയാണോ? സർ, അത് യൂഷ്വൽ റുട്ടീനിൽ അയാൾ പ്രതിയാണെന്നുള്ളതിന് തെളിവുകളുണ്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് 24 മണിക്കൂറായില്ലേ? സർ, അറസ്റ്റ് റെക്കോർഡ് ആക്കിയില്ലെങ്കിൽ അയാൾ ഇറക്കി വിട്. ഈ സാഹചര്യത്തിൽ അയാൾ ഇറക്കി വിട്ടത് ശരിയായില്ല. അഡ്വക്കേറ്റ് ബാലഗോപാലിനെ ഈ കേസിൽ നിങ്ങൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യിച്ചു? അതാണ് എനിക്ക് അറിയേണ്ടത്. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും അയാളുടെ വാച്ച്, ഷർട്ട്, ഷൂസ് എന്നിവ തൊണ്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ജോയിയെ കൊല്ലാനുള്ള പ്രതിയുടെ മോട്ടീവ്? ബാലഗോപാലിന്റെ അച്ഛൻ ശങ്കരമേനോന് വെണ്ടർ ഡാനിയലിനോട് പകയും ശത്രുതയും ഉണ്ടായിരുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള പക ഇന്നുമുണ്ട്. അച്ഛന്റെ ശത്രുവിന്റെ മകൻ തന്റെ സഹോദരി വിവാഹം കഴിച്ചപ്പോൾ ബാലഗോപാലിന് സമനില തെറ്റിപ്പോയി. ആ നിമിഷം മുതൽ വക്കീലായ പ്രതി തന്ത്രപൂർവ്വം ജോയിയെ കൊല്ലാൻ കരുക്ക നീക്കിയായിരുന്നു. സീൻ ഓഫ് ക്രൈമിൽ നിന്നും തന്റെ ഷൂസും ഷർട്ടും വാച്ചും കിട്ടിയിട്ടുണ്ടല്ലോ. സീൻ ഓഫ് ക്രൈമിൽ നിന്ന് തന്നെ അതെല്ലാം പിടിച്ചെടുത്തത്. പക്ഷെ ആ സീൻ ഓഫ് ക്രൈം ഉദയന്നൂർ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പ് ആയിരുന്നു എന്ന് മാത്രം. ജോയിയുടെ കൊലപാതകത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? കുറ്റവാളിയുടെ ലക്ഷ്യം ജോയ് അല്ലായിരുന്നു. അവന് വേണ്ടിയിരുന്നത് സീതയുടെ ജീവനായിരുന്നു സർ. സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ജോയ് മരിച്ചത്. സീതയ്ക്ക് പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? പ്രതി കരോൾ സംഘാംഗങ്ങളെ പോലെ വസ്ത്രം ധരിച്ച് മുഖം മറച്ചിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. വികാരി അച്ഛന്റെ കയ്യിലുള്ള വീഡിയോ കണ്ട് അയാളാണ് അവളെ ഓടിച്ചതെന്ന് അവൾ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ ഒരു ഡോഗ് സ്ക്വാഡ് വരുമ്പോ എന്നെ കൂടി ഒന്ന് അറിയിക്കണമായിരുന്നു. ആരുടെ ബംഗ്ലാവ്? വെണ്ടറുടെ. ഇവിടെ ആൾ താമസമില്ലേ? അന്വേഷണത്തിൽ ഒരു വാച്ച്മാൻ മാത്രമേ ഉള്ളൂ. അയാൾ ക്രിസ്മസ് പ്രമാണിച്ച് നാട്ടിൽ പോയിരിക്കുകയാണത്രേ. അപ്പൊ ശരിക്കും അന്വേഷണം നടക്കുന്നു. ക്രിസ്മസിന് നല്ല ആഘോഷം നടന്ന മട്ടുണ്ടല്ലോ. വെണ്ടർ രാത്രി കാലങ്ങളിലൂടെ വരാറുണ്ടല്ലേ? അറിയില്ല സർ. അയാൾ ഓഫീസിലേക്ക് വിളിപ്പിക്കണം. അയാൾ മകൻ മരിച്ച ദുഃഖത്തിൽ കിടപ്പില്ല. ഈ സാഹചര്യത്തിൽ ഓ പ്രൊസീഡ്. എടോ, ട്രിപ്പ് ഷീറ്റും കൊണ്ടുവരും. ക്രിസ്മസ് രാത്രി 7 മണിക്ക് ശേഷം വണ്ടി എടുത്തിട്ടില്ലല്ലേ? ഞാൻ 7 മണിക്ക് വണ്ടി ഷെഡിൽ കയറ്റി താക്കോൽ സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോയി സർ. രാവിലെ എവിടെ നിർത്തും? സ്റ്റേഷനിൽ നിന്ന്. മിസ്റ്റർ നായർ, യു കം വിത്ത് മീ. വണ്ടി സ്റ്റേഷനിലേക്ക് വിട്. മിസ്റ്റർ നായർ, യു ബി ഹിയർ.
കോട്ടയത്താണ് സാർ. മർഡർ നടക്കുമ്പോൾ അർബാസ് ഖാൻ പോലീസ് ലോക്കപ്പിൽ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നു. പോലീസ് ലോക്കപ്പിൽ ഉണ്ടായിരുന്ന പ്രതി എങ്ങനെ രാത്രി പള്ളി പരിസരത്തെത്തി മർഡർ നടത്തി? അത് നടക്കില്ല എന്ന് തന്നെയാണ് സാർ ഞാനും പറഞ്ഞത്. സംശയകരമായ സാഹചര്യത്തിൽ രാത്രിയിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ സെക്ഷൻ 48 സിയിൽ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ? അതൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സർ, സംശയകരമായ സാഹചര്യത്തിൽ KLC 2840 എന്ന അംബാസഡർ കാറിൽ നിന്നും ഡിസംബർ 23-ാം തീയതി രാത്രിയിലാണ് അർബാസ് ഖാനെ കസ്റ്റഡിയിലെടുത്തത്. ഈ വിവരം GD-യിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സർ. ഞാനത് വെരിഫൈ ചെയ്തതുമാണ്. എന്തുകൊണ്ട് 48 സിക്ക് FIR എടുത്തില്ല? അന്യനാട്ടുകാരനായതുകൊണ്ട് അർബാസ് ഖാനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞത് ഞാനാണ്. പണ്ടും ഈ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് പലരെയും നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും GD പോലും എഴുതാതെ തുറന്നു വിടാറുമുണ്ട് അല്ലേ? കഷ്ടപ്പെട്ട് പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ തുറന്നു വിടാൻ പറയുന്നതും മോളിന്ന. കൃഷ്ണൻകുട്ടി നായർ അത്ര ക്ലീനൊന്നും ആവണ്ട. വണ്ടംമേട്ടിൽ ഭാര്യയുടെ പേരിൽ 50 ഏക്കർ ഏലം, എറണാകുളത്ത് 20 ലക്ഷത്തിന്റെ ബംഗ്ലാവ്. എന്താണ് നിങ്ങളുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരം വല്ലതും ഉണ്ടോ? ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ സാറിനിങ്ങനെ പലതും തോന്നും. സാറിന്റെ സംസാരം കേട്ടാ തോന്നും ഞങ്ങൾ ഏതോ വലിയ തെറ്റ് ചെയ്തെന്ന്. സാർ, ഞങ്ങളെ സാർ വിശദീകരിക്കണ്ട. ആര് തെറ്റ് ചെയ്തു ചെയ്തില്ല എന്നൊക്കെ എനിക്കറിയാം. പോലീസ് നായ ഓടിക്കയറിയത് നിങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്. എന്താ അതിന് കാരണം? പട്ടിയല്ലേ സാറേ, അതതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഓടിക്കേറും. ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. സാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉത്തരം പറയാൻ എന്നെ കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. എനിക്കറിയേണ്ടത് സംഭവം നടന്ന രാത്രിയിൽ നിങ്ങൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഉണ്ടായിരുന്നോ എന്നാണ്. ഇല്ലായിരുന്നു. പിന്നെ എവിടെയായിരുന്നു? പള്ളിയിൽ പോയി. സാധാരണ പള്ളിയിൽ പോകുന്ന സ്വഭാവം നിങ്ങൾക്കില്ലല്ലോ. അന്ന് പോയി. കാരണം? അന്ന് ക്രിസ്തുമസ് രാത്രിയായിരുന്നു. അതായത് ക്രിസ്തു ജനിച്ച രാത്രി. നിഷേധിയാണല്ലേ? അല്ല, വേണ്ടടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ ആരായാലും കസ്റ്റഡി കിടക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ എനിക്ക് ശീലമുള്ളൂ. ജോയി മരിച്ച വിവരം പള്ളിയിൽ വെച്ചാണോ നിങ്ങൾ അറിഞ്ഞത്? അല്ല, വീട്ടിലേക്ക് വരുന്ന വഴിക്കാ. ജോയിയുടെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. അഡ്വക്കേറ്റ് ബാലഗോപാലൻ. അതിന് തക്കതായ വല്ല കാരണമുണ്ടോ? സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവാധാര എഴുത്തുകാരനാണ് ഞാൻ. ഒരാൾ എന്നെ വിശ്വസിച്ചൊരു വിൽപ്പത്രം എഴുതിച്ചാൽ തല പോയാലും അതിന്റെ ഉള്ളടക്കം ഞാൻ പുറത്തുവിടില്ല. അത് ഞങ്ങളുടെ തൊഴിലിന്റെ മാന്യതയാ. ബാലഗോപാലന്റെ മുത്തശ്ശി എഴുതിച്ച അവരുടെ വിൽപ്പത്ര രഹസ്യം നേരത്തെ അവരോട് പറയാറുന്നതുകൊണ്ട് അവൻ എന്നോടും എന്റെ കുടുംബത്തോടും പകയുണ്ടായിരുന്നു. എന്റെ മകൻ ജോയി അവന്റെ പെങ്ങളെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. അതോടെ അവന്റെ പക ഇരട്ടിച്ചു. ആ ഒറ്റ വൈരാഗ്യത്തിന് എന്റെ മോനെ അവൻ കൊന്നതാ. ജോയി സീതയെ വിവാഹം കഴിച്ചതിൽ നിങ്ങൾക്കും എതിർപ്പില്ലായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷേ ജോയി എന്റെ ഒറ്റ മകനാ. ക്രിസ്മസ് കഴിഞ്ഞ ഉടൻ അവനെയും ഭാര്യയും വിളിച്ച് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആരാ അത്? എന്റെ ശിഷ്യനാ, മോഹനംപിള്ള. വന്നേ, അവനെ വിളിക്കേ. സാർ, എന്റെ ദൈവമേ, അയ്യോ അയ്യോ. എന്റെ പൊന്ന് സാറന്മാരെ, ഞാനൊന്നും ചെയ്തതല്ല. അയ്യോ അയ്യോ, പുഴയിൽ ചാടി നീന്തി അക്കരെ കയറാം.